Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, Miss. Good morning. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു അല്ലെ? കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രെയർ ചെയ്യുന്നേ? ഇപ്പൊ എല്ലാവരും പ്രെയർ ഒക്കെ ചെയ്യുന്നുണ്ടോ? എന്താ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. Usha from വയനാട്. ഞാനാണ് ഫയർ പാടുന്നത്. ഓക്കെ ഓക്കെ, ചെയ്തോളൂ. Thank you for the word so sweet. Thank you, God, for the food we eat. For the word that sing. Thank you, God, for the everything. Thank you, ma'am. Okay. Then, thought of the day ഉണ്ടോ ആരെങ്കിലും? Thought of the day? Yes, ma'am. Grishma. Yes, ma'am. Good morning, all. Good morning, Shwadi Miss. I am Grishma. Today I am presenting Thought of the Day. Creativity is the key to success in the future, and primary education is where teachers can bring creativity in children at that level. Dr. APJ Abdul Kalam. സർഗാത്മകതയാണ് ഭാവിയിലെ വിജയത്തിന്റെ താക്കോൽ. ആ തലത്തിലുള്ള കുട്ടികളിൽ സർഗാത്മകത കൊണ്ടുവരാൻ അധ്യാപകർക്ക് കഴിയുന്നിടത്താണ് പ്രാഥമിക വിദ്യാഭ്യാസം. Thank you all. Thank you, Amrita, to give this opportunity. Okay, very good. Then, ഇനി എന്തെങ്കിലും ഉണ്ടോ? Sign in ഉണ്ട്. ഓക്കെ. അമൃത. അമൃത അല്ല. ആരാണ്? ഐശ്വര്യ. ഐശ്വര്യ. ഓക്കെ ഓക്കെ. Good morning, everyone. Hello, I am Aishwarya. A small poem. A, B, C, D. In the morning, brush your teeth. E, F, G, H. Hurry up and don't be late. I, J, K, L. Learn the letters very well. M, N, O, P, Q. What we say is what we do. R, S, T, U. You love me and I love you. V, W, X, Y, Z. Start again and chat with me. Thank you. Okay, nice. I am from Abana Madam's class. ഓക്കെ, എല്ലാരും നന്നായിട്ട് ചെയ്തു. ഉഷാറായില്ല ഒന്നും കൂടി കഴിഞ്ഞ ക്ലാസ്സിനേക്കാളൊക്കെ ഏകദേശം ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്ലാസ് പോകേണ്ടത്, കൺഫ്യൂഷൻ ഒക്കെ മാറിയോ? Yes, ma'am. ആദ്യത്തെ ക്ലാസ്സിൽ ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മള് ഏതായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? ഡിഫ്തീരിയ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർഫ്യൂസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെറ്റനസ് പറഞ്ഞോ? ടെറ്റനസ് കുറച്ച് പറഞ്ഞു. ടെറ്റനസ് കുറച്ച് പറഞ്ഞു അല്ലേ? ഓക്കെ, ഏത് ബാക്ടീരിയ ആണ് ടെറ്റനസ് ഉണ്ടാക്കുന്നേ? അത് പറഞ്ഞായിരുന്നോ? ഇല്ല മാം, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്രേ. ഓക്കെ, ടെറ്റനസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? കുതിരസന്നി എന്നാണ് രോഗം അറിയപ്പെടുക. കുതിരസന്നി എന്ന് പറയും. പണ്ട് കാലത്തെ ആൾക്കാർക്ക് കുതിരസന്നി എന്ന് അതിനെ വിളിച്ചിരുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ടെറ്റനസിനെ കുറിച്ച്?
No, ma'am, we don't have any idea. ഒരു ഐഡിയ ഇല്ല. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇല്ല? ഓക്കെ. പേശികൾ സങ്കോചിക്കുന്ന അവസ്ഥയാണോ? അതെ അതെ, പേശികള് വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥയാണ് ടെറ്റനസ് കേട്ടോ. ഓക്കെ മാം. കേട്ടിട്ടുണ്ട് റിൻഡ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കേട്ടോ. ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ. മണ്ണിൽ ഉണ്ടാകുന്ന രോഗാണുവാണിത്. മണ്ണിലാണ് ഈ രോഗാണു അല്ലെങ്കിൽ ഈ ബാക്ടീരിയ ഉണ്ടാകുന്നത്. ചെളിയിലൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് മണ്ണിലൊക്കെ കുട്ടികൾ കളിക്കുമല്ലോ, അപ്പോ നമുക്ക് മുറിവുണ്ടാകുകയാണെങ്കിൽ നമ്മുടെ മുറിവിലൂടെ ചെളിയിൽ നിന്ന് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെയാണ് കോമൺലി ഈ ഒരു രോഗം കാണപ്പെടുന്നത് കേട്ടോ. അതായത് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് കൂടുതൽ ചാൻസ് ഇതിനാണ്. മണ്ണിലൊക്കെ കളിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മണ്ണിലൊക്കെ എന്തായാലും ഒരു ഓടിയൊക്കെ കളിക്കും. അപ്പൊ അവരുടെ കാലുമേലോ ഒരു കയ്യുമേലോ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവിൽ കൂടി എന്ത് ചെയ്യും, ഈ രോഗം അകത്തേക്ക് പാസ് ചെയ്യും. ഓക്കെ. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറഞ്ഞാല് മാംസപേശികള് വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരും. ഓക്കെ. ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരും. മുഖത്തെ അല്ലെങ്കിൽ വായിലെ മാംസപേശികൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന മാംസപേശികളൊക്കെ വലിഞ്ഞു മുറുകി ടൈറ്റ് ആവും. ഓക്കെ. ഭയങ്കര ടൈറ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തെ മാംസപേശികൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിനെ ലോക്ക് ജോ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, ശ്വാസകോശം ടൈറ്റ് ആകും. ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകള് ഈ ഒരു രോഗത്തിന് ഉണ്ടാവാറുണ്ട്. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഴത്തിലൊക്കെയാണ് നമുക്ക് മുറിവുകളെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സാ സഹായം തേടുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ആഴത്തിലും മുറിവുകളുള്ള, അതായത് ഭയങ്കരമായിട്ട് ആഴത്തിലും മുറിവുകൾ പറ്റിയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ 10 വർഷം കൂടുമ്പോൾ ഇതിന്റെ വാക്സിൻ എടുക്കുന്നത് നന്നായിരിക്കും എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗർഭിണിയാകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസി സ്റ്റേജില് ഇതിനെതിരെ നമ്മൾ വാക്സിൻ എടുക്കാറുണ്ട്, TT എടുക്കാറുണ്ട്. എടുത്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ഓൾമോസ്റ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടാവും. TT എടുക്കാറുണ്ട്. 2 പ്രാവശ്യം കൊടുക്കും TT. ഇതിനെതിരെയാണ്, ടെറ്റനസിനെതിരെയാണ് കേട്ടോ ഈ ഒരു വാക്സിൻ ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഗ്നൻസി സ്റ്റേജിൽ ഇത് കൊടുക്കുന്നത്, ഈ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കിയേ. പ്രഗ്നൻസി സ്റ്റേജിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കുന്നത്? ആ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി. അതായത് കുഞ്ഞുങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ, അമ്മമാരുടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ, നവജാത ശിശുക്കളില് ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നൻസി സ്റ്റേജില് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പൊ വല്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാന്തോ എന്തെങ്കിലും ചെയ്യുമല്ലോ, നഖം കൊള്ളുമല്ലോ, അപ്പൊ നമ്മൾ ഉടനെ തന്നെ കുട്ടികളെ കൊണ്ട് ആശുപത്രികളിൽ പോവാറുണ്ട് അല്ലെ, TT എടുക്കാനായിട്ട് അല്ലെ. അപ്പൊ പല തരത്തിലുള്ള ഡോസേജുകളിലായിട്ട് നമുക്ക് അവിടെ നിന്ന് മരുന്ന് തരും. അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ പല ദിവസങ്ങളിൽ ചെല്ലണം. അങ്ങനെയാണ് ആ ഒരു കോഴ്സ് അതിന്റെ കംപ്ലീറ്റ് ആവുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നഖം കൊള്ളുമ്പോൾ പെട്ടെന്ന് നമുക്ക് പേടിച്ച് നമ്മൾ പെട്ടെന്ന് കുട്ടികളെ കൊണ്ടുപോകുന്നേ? ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യം, മണ്ണിൽ നിന്നാണ് ഈ ബാക്ടീരിയ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. മൃഗങ്ങള്, അതായത് പൂച്ചയായാലും പട്ടി ആയാലും ഒക്കെ എന്താണ്, എവിടേക്കൊക്കെയാ നടക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മണ്ണിൽ ഉണ്ടാവും അല്ലെ. അതായത് മണ്ണിലൂടെയാണ് അവര് സഞ്ചരിക്കുക. അപ്പോ അങ്ങനെ അവര് നടക്കുമ്പോഴൊക്കെ ഈ പട്ടിയുടെയും പൂച്ചയുടെയും നഖത്തിന്റെ ഇടയിലായിട്ട് ഈ മണ്ണ് അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയ കയറി പറ്റും. ഓക്കെ. ആ നഖം വെച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇത് മാറുന്നതെങ്കിൽ എന്താകും, പെട്ടെന്ന് തന്നെ ഈ രോഗാണു അകത്തേക്ക് പ്രവേശിക്കും. അപ്പോ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു രോഗം സ്പ്രെഡ് ആവുന്നത് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ പ്രഗ്നൻസി സ്റ്റേജില് 2 പ്രാവശ്യമാണ് നമ്മൾക്ക് TT എടുക്കാന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക.
ഇത്രയുമാണെന്ത് ടെറ്റനസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് ഡിഫ്തീരിയ പറഞ്ഞു, പെർട്ടൂസിസ് പറഞ്ഞു, ടെറ്റനസും പറഞ്ഞു. ഇതിനെതിരെ എടുക്കുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, 3 കാര്യങ്ങളും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ. Then അടുത്തത് പോളിയോ മൈലൈറ്റിസ് ആണ് കേട്ടോ. ഗ്രീഷ്മ ഒന്ന് റീഡ് ചെയ്തിട്ട് എന്താണെന്നൊന്ന് പറഞ്ഞേ. പോളിയോ മൈലൈറ്റിസ് ഇൻഫെന്റൽ പാരാലിസിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റീഡ് ചെയ്യാം എല്ലാവരും, എല്ലാവരും മൈൻഡിലൊക്കെ റീഡ് ചെയ്യാം. ഗ്രീഷ്മ ഒന്ന് വായിച്ചിട്ടൊന്ന് പറയാം എന്താണ്. ഗ്രീഷ്മ അല്ല ഗ്രീഷ്മ. Yes, ma'am. Poliomyelitis. The polio vaccine is given along with the 3 DPT doses, followed by 2 boosters, one at 1.5 and the second at 4.5 years. അതായത് ഇതില് പോളിയോ വാക്സിൻ കൊടുക്കുന്നത് 3 DTP ഡോസസ് ആയിട്ടാണ്. അത് 2 ബൂസ്റ്റേഴ്സ് ആണ്. ഒരെണ്ണം 1 at 1.5 ഇയേഴ്സും സെക്കൻഡ് കൊടുക്കുന്നത് 4.5 ഇയേഴ്സും. ഈ പോളിയോ മൈലൈറ്റിസിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ചുറ്റിനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഇത് ഉദാഹരണങ്ങളായിട്ട് ജീവിക്കുന്നവര്. പ്രതിരോധത്തിനല്ലേ മാം? രോഗപ്രതിരോധത്തിനെയാണ് ബാധിക്കുന്നത്. ശരിയാണ്. പോളിയോ ബാധിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഫാമിലീസിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ജീന? യെസ് മാം, കണ്ടിട്ടുണ്ട്. ആരാണ് ഒന്ന് പറയാമോ? എന്റെ അമ്മയുടെ അനിയത്തിക്ക് എനിക്ക് ഒന്ന് 5-6 വയസ്സുള്ളപ്പം ഇങ്ങനെ വന്നതാണ്. എന്നിട്ടൊരു കൈ തളർന്നുപോയി. ആ കൈ മാത്രം കുഞ്ഞി കൈയാ. ആ കൈക്ക് വലിയ ശേഷിയില്ല, വലത്തെ കൈക്ക്. ഇടത്തെ കൈ വെച്ചാണ് ഇപ്പൊ എല്ലാം ചെയ്യുന്നത്. വലത്തെ കൈക്ക് വലിയ ശക്തിയില്ല. ഒന്നും നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പൊ എങ്ങനെയാണ് ഇത് ഹിസ്റ്ററി എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടപ്പോ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്ത് വന്നതാ അങ്ങനെ. അന്നേരം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോളിയോ വന്നതാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ അറിയത്തുള്ളൂ. വേറെ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അത്രേ ഉള്ളൂ. എന്റെ റിലേറ്റീവ്സ് ആരുമല്ല മാം. ഇവിടെ നാട്ടിലുള്ള ഒരാൾക്ക് ഇതുപോലെ കാലിന് വന്നിട്ട് കാലിന് ഭയങ്കര പ്രശ്നം, നടക്കുമ്പോ നൊണ്ടിക്കൊണ്ട് നടന്നിരുന്നു. ആരാണ് പറഞ്ഞു തന്നിടത്ത്? ഞാനാ പറഞ്ഞത്. എന്താണ് പറഞ്ഞോളൂ, ഐശ്വര്യ പറഞ്ഞോളൂ. ഇവിടെ നാട്ടിലുള്ള ഒരാൾക്കാണ്, ഞാൻ കണ്ടു പരിചയമുള്ള ഒരാളാണ്. അപ്പൊ പോളിയോ ബാധിച്ചതാന്ന് പറഞ്ഞിരുന്നേ. കാലിനെ ബാധിച്ചാണ്. അപ്പൊ കാലായിട്ട് നടക്കുമ്പോ മുടന്തിട്ട് നടന്നേ. ചെറുപ്പത്തിൽ വന്നതാന്ന്. എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ്. അപ്പൊ കാലായിട്ട് ഇപ്പോഴും നടക്കാൻ പറ്റില്ല. ആളെപ്പോഴും ഇങ്ങനെ മുടന്തിയാ നടക്കാം.
പോളിയോ ബാധിച്ച. ഓ മാം ഈ പോളിയോ ബാധിക്കല് അതെങ്ങനെയാ? പോളിയോ മരുന്ന് കൊടുക്കുന്നതിന് മൂലം വരുന്നതാണോ കൊടുക്കാത്ത മൂലം വരുന്നതാണോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ പോളിയോ മൈലൈറ്റിസിനെ കുറിച്ച്. അതായത് പോളിയോ അസുഖം അഥവാ പിള്ളവാതം എന്നാണ് അറിയപ്പെടുന്നത്. പിള്ളവാതം എന്നാണ് പണ്ടുള്ളവരൊക്കെ ഇതിനെ പറയാ. ഇതൊരു വൈറസ് അണുബാധയാണ്. ഓക്കെ, വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാല് ഭേദമാക്കാനായിട്ട് പറ്റില്ല. നേരത്തെ പറഞ്ഞു, ജീന വർഗീസ് പറഞ്ഞു, റിലേറ്റീവ് ലിവരസ് കൊണ്ട് ചെറുപ്പത്തിലേ വന്നതാണ്. അത് ജീവിച്ചിരിക്കുന്നോടൊന്നും കാലം അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അതിനെ മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് വന്നു കഴിഞ്ഞാല് ഇതിന് നമുക്ക് ചികിത്സ പ്രത്യേകിച്ചില്ല. ഇതൊരു സാംക്രമിക രോഗമാണ്. അതുപോലെ തന്നെ നാഡീവ്യൂഹത്തെയാണ് ഇത് ബാധിക്കുക. നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് ബാധിക്കുക. അതുകൊണ്ടാണ് ചലനശേഷിയെ കൂടി ഇത് ബാധിക്കുന്നത്. അതായത് കൈകാലുകൾ അനക്കാൻ പറ്റാതെ വരിക, കാലുകള്, അതുപോലെ കൈ ഏതെങ്കിലും ഭാഗം, കാലിന്റെ ഏതെങ്കിലും ഭാഗം, അവിടേക്ക് ചലനശേഷി ഇല്ലാതാവുക എന്നുള്ളതാണ് ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ചലനശേഷി അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കാം. ഹൃദയത്തെയും ഈ ഒരു രോഗം ബാധിക്കാം. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പോളിയോ ഡ്രോപ്സ്, അല്ലെ? ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു DPT വാക്സിന്റെ കൂടെ നമ്മൾ കുട്ടിക്ക് കൊടുക്കാറുണ്ട്, അല്ലെ? 5 വയസ്സ് വരെ നമ്മൾ കുട്ടിക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്നു, അല്ലെ? എത്ര ടൈംസ് ആയിട്ടാണ് 5 വയസ്സ് വരെ എത്ര പ്രാവശ്യമാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ നമുക്ക് പോളിയോ? 2 പ്രാവശ്യം. 2 പ്രാവശ്യമാണോ? ഒന്ന് നോക്കി ഓർത്ത് നോക്കി. 5 വയസ്സ് വരെ എല്ലാ വർഷവും കൊടുക്കുകയല്ലേ മാം? എല്ലാ വർഷവും കൊടുക്കുകയല്ലേ? 7 പ്രാവശ്യം കൊടുക്കാറുണ്ട് 5 വയസ്സ് വരെ കേട്ടോ. 5 വയസ്സ് വരെ 7 പ്രാവശ്യമായിട്ടാണ് പോളിയോ ഡ്രോപ്സ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോ ഈ കുട്ടിയുടെ, അതായത് കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ രോഗങ്ങളിൽ നിന്ന് കുട്ടിയെ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രോപ്സ് കൊടുക്കുന്നത്. പവർ ഇല്ലാത്ത ആന്റിബോഡി വൈറസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡ്രോപ്സിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, പവർ ഇല്ലാത്ത, അതായത് നമ്മൾക്ക് അറിയാം ഓരോരോ വൈറസും, അതായത് ഈ രോഗങ്ങൾ ഉണ്ടാവുന്നത് പലതരം അണുക്കളല്ലേ, അല്ലെങ്കിൽ വൈറസും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുന്ന പവർ ഇല്ലാത്ത ഒരു തരം ആന്റിബോഡി ഉണ്ട്. അതാണ് എന്തായിട്ട് കൊടുക്കുക, ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുക. അപ്പൊ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും. കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ വെച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പോളിയോ ഡ്രോപ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴോ, പോളിയോ ഡ്രോപ്സ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന്, വാക്സിൻസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ 5 വയസ്സിന്റെ അല്ലെങ്കിൽ 2 അങ്ങനെയുള്ള വാക്സിൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. കൊടുത്തു കഴിയുമ്പോഴോ കുട്ടികൾ രാത്രി പനിക്കാറുണ്ട്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? പനിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പനിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്തിന്റെ സിംറ്റം ആയിട്ട് നമുക്ക് പറയാം? പ്രതിരോധിക്കുന്നതല്ലേ? അതെ. അതായത് ആ നമ്മൾ കൊടുത്ത ആ ഒരു വാക്സിൻ ആയാലും ഒരു മരുന്നായാലും നമ്മുടെ ശരീരത്തിൽ അത് എന്താ പറയാ യൂസ്ഫുൾ ആയി എന്നതിന് തെളിവാണ് പനിക്കുക എന്നുള്ള പറയുന്നത്. അതായത് പനിക്കണം എന്നാണ് പറയുന്നത്. കാരണം മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും പനി വരും. അപ്പൊ അതൊരു സിംറ്റമാണ്. അപ്പോ നമ്മൾക്ക് ഭയങ്കര ആദിയായിരിക്കും, അമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പനിക്കുമ്പോഴൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മള് ഹെൽത്തിന്റെ നഴ്സിനൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവര് പറയും പനിക്കണം, പനിച്ചു പോയാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തില് എന്താ പറയാ അതുമായിട്ട് അഡാപ്റ്റ് ആവുകയാണ് നമ്മുടെ ശരീരം. ഓക്കെ, അപ്പൊ ഏതൊരു രോഗത്തിനെയും പ്രിവെന്റ് ചെയ്യാനായിട്ട് തലേ കൂട്ടി തന്നെ എന്താണ് നമ്മൾ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് അതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പോളിയോയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഇത്തരം രോഗം, അതായത് പോളിയോ പോലുള്ള അസുഖങ്ങൾ പണ്ട് കാലത്താണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് കൂടുതലും കൂട്ടുകുടുംബങ്ങളായിരുന്നു. ഒരു വീട്ടിൽ തന്നെ 5 or 10 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരെ എല്ലാവരെയും ശ്രദ്ധിക്കാനൊന്നും മാതാപിതാക്കൾക്ക്, കാരണം ഇന്നത്തെ കാലത്തിനെ അപേക്ഷിച്ച് അന്നെന്ന് പറഞ്ഞാല് വളരെ എന്താ പറയാ ദരിദ്രമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? അച്ഛനും അമ്മയൊക്കെ പണിയെടുത്തിട്ട് വേണം കുട്ടികളെയൊക്കെ നോക്കാനായിട്ട്. അപ്പോ
കൃത്യമായിട്ട് ഭക്ഷണമോ അല്ലെങ്കിൽ മരുന്നുകളോ ഒന്നും കൃത്യമായിട്ടൊന്നും ശരിയായ രീതിയിൽ ചെല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഈ നാട്ടില്. അപ്പൊ അക്കാലത്തൊന്നും വാക്സിന്റെയോ മരുന്നിന്റെയോ പ്രാധാന്യം അക്കാലത്തെ മാതാപിതാക്കൾക്ക് അറിയുന്നുണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പഴയ കാലത്ത് കൂടുതലായിട്ട് വന്ന് കണ്ടിട്ടുള്ളതെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ. അല്ലാതെ നമുക്കിത് ഈ രോഗം പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ വാക്സിൻ അതുപോലെ ഡ്രോപ്സ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിലൂടെ ഈ രോഗത്തെ നമുക്ക് 100% തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് കറക്റ്റ് സമയത്ത് കുട്ടികൾക്ക് വാക്സിൻസ് കൊടുക്കുക, പോളിയോ ഡ്രോപ്സ് ഒക്കെ കൊടുക്കുക, അത് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴിയായിട്ട് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് മീസിൽസ് ആണ് കേട്ടോ. മീസിൽസ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് മേഘന സന്തോഷം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. Okay, ma'am. Measles. The baby is immunized against measles between the age of 9 and 12 months, and a booster in the form of MMR vaccine at 15 to 18 months. Should there be an epidemic of measles in the area, or should a family member get measles before the baby has been immunized? The doctor usually immunizes the baby to protect it from catching it or keep the case from becoming a bad one if the baby before added. Against measles. Measles are ഒരു വാക്സിൻ അല്ലേ മാം? അതെ, മീസിൽസ് ഒരു വാക്സിൻ ആണ്. മീസിൽസ് ഒരു രോഗമാണ്. മീസിൽസ് വാക്സിൻ കൊടുക്കുന്നുണ്ട്. മീസിൽസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് കേട്ടോ, ഒരു ഡിസീസ് ആണ്. അഞ്ചാം പനി. എന്ന് പറയാം. അപ്പൊ ഇതിൽ വാക്സിൻ ആയിട്ടല്ല മിസ് കരുതിയിരിക്കുന്നേ? ഇതിന് വാക്സിൻ കൊടുക്കുന്നുണ്ട്, വാക്സിൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാം, വേറെ ആർക്കെന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? ഞാൻ തന്നെ പറയാം കേട്ടോ. കുഞ്ഞിന് 9 മാസം മുതൽ 12 മാസം വരെ പ്രായത്തില് 5-ാം പനി, അതായത് മീസിൽസിന്റെ പ്രതിരോധ കുത്തിവയ്പ്പും 15-18 മാസങ്ങളിൽ MMR വാക്സിൻ രൂപത്തിൽ ഒരു ബൂസ്റ്ററും കുട്ടിക്ക് നൽകുന്നുണ്ട്. MMR വാക്സിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മംസ്, മീസിൽസ്, റുബെല്ല, ഈ 3 രോഗങ്ങൾക്കും എതിരായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഈ ഒരു വാക്സിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. MMR എന്ന് പറയുന്ന വാക്സിൻ 3 രോഗങ്ങൾക്കുമായിട്ടാണ്. മംസ്, മീസിൽസ്, റുബെല്ല. ക്ലിയർ ആണോ പറഞ്ഞത്? മീസിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. മീസിൽസ് എന്ന് പറഞ്ഞാൽ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ്. കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറായിട്ടുള്ളത് കേട്ടോ. കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ എങ്ങനെയാണ് ഇത് പകരുന്നതെന്ന് വെച്ചാല് രോഗബാധിതരുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും എന്ത് ചെയ്യുന്നു? ഈ രോഗം മറ്റൊരാളിലേക്ക് പകരുന്നു. വായുവിലൂടെ ഒരാളിൽ നിന്ന്, അതായത് എയറിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ രോഗം വ്യാപിക്കുന്നു. ഈ രോഗം വന്നു കഴിഞ്ഞാല് 3-4 ദിവസമായിരിക്കും ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവുക. അതായത് തുമ്മൽ ഉണ്ടാവാം, ചുമ ഉണ്ടാകാം, അങ്ങനെ സാധാരണ ജലദോഷപ്പനി പോലെയുള്ള സിംറ്റംസ് ഒക്കെ 3-4 ദിവസം ഉണ്ടാകാം. 5-ാം ദിവസം എന്താണ്? നന്നായിട്ട് പനിക്കാനായിട്ട് തുടങ്ങും. അതാണ് മീസിൽസിന്റെ ഒരു ലക്ഷണം. പിന്നെ അതുപോലെ തന്നെ പനിയുടെ കൂടെ തന്നെ ശരീരത്തില് ചുണങ്ങ് പ്രത്യക്ഷപ്പെടും. ചില പാടുകൾ, ചുവന്ന പാടുകൾ, ചുണങ്ങിന്റെ രൂപത്തില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചുണങ്ങ് കണ്ടിട്ടുണ്ടോ? ചുവന്ന് തടിച്ച പാടുകള്. അതുപോലെ തന്നെ ചെവിയുടെ പുറകിലും ഈ പാടുണ്ടാവും കേട്ടോ. അതായത് ഈ ചുണങ്ങ് പോലത്തെ ചുവന്ന ചെവിയുടെ പുറകിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഞാൻ അന്ന് ഡിഫ്തീരിയയുടെ കേസ് പറഞ്ഞ പോലെ തൊണ്ടയില് എന്താ പറയാ വെള്ളപ്പാട് പോലെ കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും ഡിഫ്തീരിയ എന്നാണ്, അല്ലെ? അതുപോലെ തന്നെ മീസിൽസ്, ഈ പനിയും മറ്റ്
ഇതര ലക്ഷണങ്ങളും കൂടെ ചുണങ്ങും ചെവിയുടെ പുറകില് ഇത്തരത്തിലുള്ള പാടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് മീസിൽസ് ആണ്. പിന്നെ രോഗം തീവ്രമാകും. ആ അമൃത എന്താണ് പറയുന്നേ? വായലുണ്ടാവില്ലേ? എന്താ? നാക്കുമ്മയൊക്കെ ഉണ്ടാവില്ലേ? നാക്കുമ്മയ്ക്ക് ആറായിരം നാക്കുമ്മയ്ക്ക് ഉണ്ടാകാം. കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, അതാ ചോദിച്ചത്. കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ? ബോഡിയിൽ ഉണ്ടായോ? ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? നോക്കടെ കാലിന്മേം 2 മുട്ടിന്റെ ഭാഗത്തും പിന്നെ കൈമ പിന്നെ വായിക്കുണ്ടാവും. അതൊരു 2 വയസ്സ് 1 വയസ്സൊക്കെ ആ സമയത്തായിരുന്നു. മാം അത് തക്കാളിപ്പനി എന്ന് പറയുന്ന സംഭവമായിരിക്കും. എന്താ? ആ നാക്കിലൊക്കെ കാണുന്നത് ഒരു ടൊമാറ്റോ ഫീവർ എന്നൊക്കെ പറയുന്നത് നമ്മള്. അതെ അതല്ല, അത് വേറെയാണ്. തക്കാളിപ്പനി അത് വേറെയാണ് കേട്ടോ. ഇത് വേറെ അത് വേറെ, രണ്ട് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. ഇനി രോഗം തീവ്രമാകുമ്പോൾ അല്ലെങ്കിൽ കഠിനമാകുമ്പോൾ വയറിളക്കം ഉണ്ടാവും. അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം കേട്ടോ. നിർജ്ജലീകരണം എന്ന് പറയും നമ്മള്. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ രോഗം തീവ്രമായാല് എത്രയും പെട്ടെന്ന് ആളെ ഐസൊലേഷനിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മീസിൽസുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോ മീസിൽസ് വൈറസ് മൂലം ഉണ്ടാകുന്ന, മീസിൽസ് വൈറസ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. വൈറസ് പരത്തുന്ന വൈറസിന്റെ പേര് മീസിൽസ് വൈറസ് എന്നാണ്. അതുമൂലം ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗം കുട്ടികളിലാണ് സാധാരണ കണ്ടുവരുന്നത്. രോഗബാധിതരുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും ശ്രമങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നു. 3-4 ദിവസമാണ് ജലദോഷവും മറ്റു ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുക. പനി 5-ാം ദിവസമാണ് ഉണ്ടാവുക. പിന്നെ ശരീരത്തിൽ ചുണങ്ങ് പ്രത്യക്ഷപ്പെടും. ചുവന്നടിച്ച പാടുകൾ ഉണ്ടാകാം. അതുപോലെ ചെവിയുടെ പുറകിൽ ചുണങ്ങ് പോലെ പാടുകൾ ഉണ്ടാവാം. രോഗം തീവ്രമാകുമ്പോൾ വയറിളക്കം ഉണ്ടാവാം. എത്രയും പെട്ടെന്ന് ആളെ ഐസൊലേഷനിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ മീസിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് റുബല്ല, ജർമ്മൻ മീസിൽസ് എന്നാണ് പറയാ കേട്ടോ ഇതിനെ. ഒന്ന് ഒരാളൊന്ന് വായിച്ചത് ലിൻസി ജാക്സൺ. ലിൻസി. Yes, ma'am. Yes, rubella, German measles. Unless there is an epidemic in the area or a case in the family, doctors usually prefer to immunize babies against rubella when they are 1.5 years old. Yes. എന്താണ് മനസ്സിലായത്? ഇതൊരു വാക്സിൻ അല്ലേ? എന്താ? ഇതൊരു വാക്സിൻ അല്ലേ? റുബല്ല. റുബല്ല ഒരു രോഗമാണ് കേട്ടോ. റുബല്ലയും മൈസിൽസും ഒക്കെ രോഗങ്ങളാണ്. അതിനെതിരെ നമ്മൾ കൊടുക്കുന്ന ഒരൊറ്റ വാക്സിൻ ആണ് MMR വാക്സിൻ. ഈ റുബല്ല മീസിൽസ് വാക്സിന് കുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്? ഇല്ല, അത് കുട്ടികളിലും യുവാക്കളിലൊക്കെ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെ, ഞങ്ങൾ 9th പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ വെച്ച് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. കൊടുക്കുന്നുണ്ട്. നമ്മള് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇത് കൊടുക്കാറുണ്ട്. അവിടെ വന്നിട്ട് ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, റുബല്ല എന്താണ്? റുബല്ല എന്താണ് ലിൻസി വായിച്ചിട്ട് മനസ്സിലായത്? മാം, ഒരു ഏരിയയില് ധാരാളം പെട്ടെന്ന് ഈ ഒരു രോഗം കൂടുക, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കിങ്ങനെ കൂടുതലുണ്ടെങ്കിൽ നമ്മള് 1.5 yearsലുള്ള കുട്ടികൾക്ക് റൂബല്ലക്കെതിരായിട്ട് വാക്സിൻ കൊടുക്കുന്നതാണ്. MMR കൊടുക്കും, അങ്ങനെയാണെന്നാണ് അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ, അപ്പൊ നമുക്ക് റുബല്ല അതൊന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. റുബല്ല എന്ന് പറഞ്ഞാല് ജർമ്മൻ മിസിൽസ് ആണ്. കുട്ടികളിലും യുവാക്കളിലുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പകർച്ചവ്യാധി അണുബാധയാണ് റുബല്ല. ഇത് കുട്ടികളിൽ മാത്രമല്ല യുവാക്കളിലും ഇത് കാണപ്പെടും, അല്ലെങ്കിൽ ഇത് പകരുന്ന ഒരു രോഗമാണെന്ത് റുബല്ല എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നേരിയ
പനി ഉണ്ടാകും. പിന്നെ നേരത്തെ നമ്മള് മീസിൽസിൽ പറഞ്ഞ പോലെ തന്നെ ചുണങ്ങ്, അതായത് ശരീരത്തിൽ നേരിയ പാടുകൾ ഉണ്ടാകാം. ഇനി വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാല് ഗർഭാവസ്ഥയിലാണ് റുബല്ല ബാധിക്കുന്നതെങ്കിൽ ഗർഭാവസ്ഥയിലെ ആദ്യ മാസത്തിൽ അബോർഷന് ഉള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു റുബല്ല ഒരു യുവതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഗർഭത്തിന്റെ ആ ഒരു ഫസ്റ്റ് ട്രിമിസ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജില് അബോർഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അബോർഷൻ ആകാതെ കുട്ടിയെ നമ്മള് പുറത്തെടുക്കുക, അതായത് യുവതി പ്രസവിക്കുകയാണെങ്കിൽ കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതൊരു കേസായിട്ട് പറയുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ അബോർഷൻ ആയി പോവാം, അല്ലെങ്കിൽ അബോർഷൻ ആവാതെയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞാല് കുട്ടികൾക്ക് ചിലപ്പോ ഈ അമ്മയ്ക്ക് റുബല്ല ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം, വൈകല്യങ്ങൾ ഉണ്ടാവാം എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇത് പകരുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഓൾമോസ്റ്റ് നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ്. രോഗബാധിതരായിട്ടുള്ള ആളുകള് യോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വായുവിലൂടെ ഉള്ള ഡ്രോപ്സിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു, പറയോ തുമ്മുകയോ അതൊന്നും പറയോ? രോഗബാധിതരായിട്ടുള്ള ആളുകൾ തുമ്മുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വായുവിലൂടെ പകരുന്ന ഡ്രോപ്സിലൂടെയാണ്. അതായത് നമ്മള് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ ഡ്രോപ്സ് വരുന്നുണ്ട് അല്ലെ, അതിലൂടെയാണത് എയറിലൂടെ പാസ് ചെയ്തിട്ടാണ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു രോഗം വ്യാപിക്കുക. പിന്നെ കുട്ടികളുടെ കേസ് പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് മാരകമായാല്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് രോഗം ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾക്ക്, അതായത് ആ കുട്ടി ജനിച്ചതിന് ശേഷം പലവിധ വൈകല്യങ്ങൾ, ഡിസബിലിറ്റീസ് ഉണ്ടാകാം. അതിനകത്ത് ഒരു ഇതാണ് കേൾവിക്ക് തകരാറ് ഉണ്ടാവുക എന്നുള്ളത്. ശ്രവണ വൈകല്യങ്ങൾ ഉണ്ടാവാം, അതുപോലെ കണ്ണിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാം, അതുപോലെ ഹൃദയ വൈകല്യങ്ങൾ, ഹാർട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഓട്ടിസം ബാധിക്കാം. ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ധാരാളം. അതുപോലെ ഡയബറ്റീസ് ഉണ്ടാകാം, ഡയബറ്റീസ് മെലിറ്റസ് അതുണ്ടാകാം, തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാമെന്ന് കൂടി ഇവിടെ പറഞ്ഞു ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗർഭാവസ്ഥയില് ഒരമ്മയ്ക്ക് ഈ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ അബോർഷൻ ആയിരിക്കാം ഉണ്ടാവുന്നത്. ഇനി അബോർഷൻ അല്ലെങ്കിൽ കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ കാണാനും ഇടയാകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രദേശത്ത് ഒരു പകർച്ചവ്യാധിയോ കുടുംബത്തിൽ ഒരു കേസോ ഇല്ലെങ്കിൽ, അതായത് ഈ ഒരു റുബല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കുടുംബത്തില് ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കാം. ആ കുഞ്ഞിന് അപ്പൊ തന്നെ പ്രതിരോധ വാക്സിൻ എടുക്കാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൂടി ഇവിടെ പറഞ്ഞ് ചേർക്കണം. ഓക്കെ, ക്ലിയർ ആണോ റുബല്ല? ഇതിനെടുത്തത് മംസ് ആണ് കേട്ടോ. മംസ് ആരാ വായിക്കാം? അമൃത പ്രജിം മംസ് വായിച്ചേ. Okay, ma'am. Mumps. Immunization to prevent mumps is usually given when the baby is 15 to 18 months in the form of MMR vaccine. Mumps booster may be given when the child is 12 years old. This is specifically important for boys. If a boy catches mumps when he is immature, he may become sterile. എന്ന് വെച്ചാല് MMR വാക്സിൻ കൊടുക്കുന്നത് ബേബിക്ക് 15 to 18 months ഓൾഡ് ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ അതിന്റെ ബൂസ്റ്റർ കൊടുക്കുക 12 years old. ഇത് ബോയ്സിലാണ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. കാരണം ബോയ്ക്ക് ഇത് ഇമ്മച്ചുവറായ സമയത്ത് ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഹി മേ ബിക്കം സ്റ്റെറിൽ. എന്ന് വെച്ചാല് മറ്റേ കുട്ടികളില്ലാത്ത പ്രശ്നമാണ് പറഞ്ഞോളൂ. സ്റ്റെറിൽ എന്ന് പറഞ്ഞാൽ അതല്ലേ മീനിങ്? എവിടെയാണ് വായിക്കുന്നത്? He may become sterile. അതെ അതാണ് കേട്ടോ. കുട്ടികൾ ഉണ്ടാവുന്ന പ്രശ്നം വരും. വന്ധ്യതയാ? വന്ധ്യത ഇൻഫെർട്ടിലിറ്റി അല്ലേ? ഓക്കെ, എന്താണ് ഒന്നുകൂടി പറയാമോ? ഞാൻ കറക്റ്റ് കേട്ടില്ല. അതുകൊണ്ട് ഓക്കെ മാം, MMR വാക്സിൻ കൊടുക്കുന്നത്
ബേബിക്ക് 15 to 18 month ഓൾഡ് ഉള്ളപ്പോഴാണ്. അപ്പൊ അതിന്റെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത് ചൈൽഡിനെ ഒരു 12 years ഓൾഡ് ആവുമ്പോ. ഈ വാക്സിന് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോയ്സ് ആണ്, ആൺകുട്ടികളിലാണ്. കാരണം അവരത് ഇമ്മച്യൂർ ആകുന്നതിന് മുന്നേ ഈ രോഗം വന്നാല് അവർക്ക് പിന്നെ അത് വന്ധ്യതയ്ക്കുള്ള ഒരു കാരണമായി. അപ്പോ മംസ് വൈറസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. കവിളിന്റെ സമീപത്തുള്ള പരോട്ടിഡ് ഗ്രന്ഥികള്, അതായത് നമ്മുടെ ഈ കവിളിന്റെ സൈഡിലായിട്ട് പരോട്ടിഡ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, അതൊരു നീർഗ്രന്ഥിയാണ്. അതിനെ കൂടുതലായിട്ട് ബാധിക്കുന്ന രോഗമാണ് മംസ് അഥവാ മുണ്ടനീര് എന്ന് പറയും. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണല്ലോ മുണ്ടനീര്. എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുണ്ടാകും ചെറുപ്പത്തിലെ. അല്ലെ, നമ്മളൊരു 5ാം സ്റ്റാൻഡേർഡിലോ 4th സ്റ്റാൻഡേർഡോ 5th or 6th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഏകദേശം ഞാൻ പ്രായമൊക്കെ പറഞ്ഞുതരാം, ഉണ്ടായിട്ടുള്ള ഒരു രോഗമാണത് ഈ ഒരു മുണ്ടനീര് അഥവാ മംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കവിളിന് സമീപം ഈ ഒരു വശത്തായിട്ട് പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട്, പരോട്ടിഡ് ഗ്രന്ഥിയാണ്, അതൊരു നീർഗ്രന്ഥിയാണ്. ഓക്കെ, അപ്പൊ അതിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മുണ്ടനീര്. നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ചൂടുള്ള ഒരു സീസണിലാണ് എന്ത് ചെയ്യുക, ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരിക. ഒരു പ്രാവശ്യം ഈ രോഗം വന്നാൽ പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. അത് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണല്ലോ. ഒരു പ്രാവശ്യം വന്നാൽ മതി. എനിക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഞാനെന്തോ 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു, 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് വന്നത്. പിന്നെ വന്നിട്ടില്ല, ആകെ ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ? ഒരു പ്രാവശ്യമാണോ വന്നിട്ടുള്ളത്? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടോ? അതൊക്കെ റെയർ കേസ് ആയിരിക്കും കേട്ടോ. ഒരു പ്രാവശ്യമാണ് സാധാരണ ഇത് വരാറുള്ളത്. പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. സാധ്യത ഉണ്ടെങ്കിൽ കൂടിയും സാധ്യത കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്പ്രെഡിങ് ഡിസീസ് ആണോ? എന്താണ് ഇത് സ്പ്രെഡ് ആവുന്നുണ്ടോ? അതെ, സ്പ്രെഡ് ആവുന്നതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ സ്പ്രെഡ് ആവും. അപ്പൊ ഇതിന്റെ എന്താ പറയാ, ഇതുണ്ടാക്കുന്ന അസ്വസ്ഥതകളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ഈ രോഗത്തെ ഗുരുതരമുള്ളതാക്കുന്നു എന്നാ പറയാ. ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥമായിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ് അസ്വസ്ഥമായിരിക്കുന്നത്? ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇതായിരിക്കാം. ഫീവർ വരില്ല മാം? നമുക്ക് ഭയങ്കര കനം തോന്നില്ലേ? കട്ടി തോന്നില്ലേ? ഭയങ്കര ഭാരം പോലെ നീരുണ്ടാവും. അല്ലെ, മുണ്ടനീര് ഈ ഭാഗം ഭയങ്കരമായിട്ട് വീർത്തിരിക്കും അല്ലെ? അപ്പൊ തന്നെ നമുക്ക് ഒരു ഭാരം തോന്നും. അതുകൊണ്ട് തന്നെ ഇതിന്റെ അസ്വസ്ഥതകൾ കൂടുതലാണ്. പിന്നെ ഇതിന് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ രോഗം സാധാരണയായിട്ട് മരണത്തിന് കാരണമാവാറില്ല. ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ആണ്. ഇത് വന്നിട്ട് ആരും മരിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ അസ്വസ്ഥതകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ രോഗം മൂലം ആരും മരിച്ചതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മുണ്ടുനീരിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് മിക്സോ വൈറസ് ഇനത്തിൽപ്പെട്ട ഒരു തരം വൈറസ് ആണ്. മിക്സോ വൈറസ് ആണ് ഇത് പരത്തുന്നത് കേട്ടോ. ഈ രോഗം ഉണ്ടാക്കുന്നത് മിക്സോ വൈറസ് ആണ്. മാമയുടെ സ്പെല്ലിംഗ് അറിയോ? മിക്സോ വൈറസിന് MIXO, മിക്സോ. ഓക്കെ മാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രായം എന്ന് പറയുന്നത് 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. എന്താണ് സുനില വാസുദേവൻ? കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ 2 വയസ്സുള്ള എന്റെ മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2 വയസ്സുള്ള മോൾക്കോ? 2 വയസ്സാണോ മോൾക്ക് വന്നിട്ടുണ്ട്. മോൾക്ക് 2 വയസ്സ്. മോൻ രണ്ടാമത്തെ മോൻ UKG പഠിക്കുന്നത്. അപ്പൊ അവൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ്.
നോക്കുമ്പോ അവന് വന്നു 2 സൈഡിലും നല്ല നീര് വെച്ചു, പനി, സഹിക്കാൻ പറ്റാത്ത വേദന. പിന്നെ മൂത്ത മോൻ 3ലാ പഠിക്കുന്നത്. അവന് വന്നപ്പം പക്ഷെ ഒരു സൈഡിൽ പല്ലുവേദന. സാധാരണ നമ്മള് ചെവിന്റെ അവിടെ നിന്നാണ് നീര് വരിക. പക്ഷെ അവന് ഒരു പല്ലുവേദന വന്ന പോലെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ഒരു റൈറ്റ് സൈഡിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ മോൾക്ക് വന്നതും മോന് വന്നതും 2 സൈഡിലും ചെവി മുതൽ നീര് വന്നു, വേദന സഹിക്കാൻ പറ്റാതെ പനിയും, നല്ല ഒരു 104-105 ഡിഗ്രി പനി വന്ന് ഇങ്ങനെ പല്ല് കടിച്ചിട്ട് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് 2 വയസ്സുള്ള കുട്ടിയൊക്കെ ഇപ്പൊ ഇങ്ങനെ പല്ല് കടിച്ചിട്ട് ഇപ്പം തന്നെ അവൾക്ക് പേടിയാ ഭക്ഷണം കഴിക്കാൻ, എന്നുവെച്ചാൽ വേദന എടുക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഒരാളുടെ ഒരു കാര്യം പറഞ്ഞോടെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മയിൽ നിന്നും ആന്റിബോഡീസ്, രോഗപ്രതിരോധ വസ്തുക്കൾ മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നത് കൊണ്ട് 6 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ ഈ രോഗം കണ്ടുവരാറില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ അത്. നമ്മള് റയർ ആയിട്ട് കേൾക്കുന്നതാണ്. 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മക്സ് എന്ന് പറയുന്ന രോഗം അധികം കണ്ടുവരാം, നമ്മൾ കാണാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് മുലപ്പാലിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ധാരാളം ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അതുമൂലം ഈ രോഗം കുഞ്ഞുങ്ങളിൽ 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഇത് കണ്ടുവരാറില്ല എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ രോഗം സ്പ്രെഡ് ചെയ്യാനായിട്ട്, അതായത് സ്പ്രെഡ് ആകുന്നതാണ്. നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പ്രെഡ് ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പ്രെഡ് ആവുന്നതാണ്, ഉറപ്പായിട്ട് സ്പ്രെഡ് ആകും. എങ്ങനെയാണ്? ഉമിനീരിൽ കൂടിയോ നേരിട്ടുള്ള സ്പർശനം, ടച്ച്, ക്ലോസ് കോണ്ടാക്ട് വഴിയോ ഈ രോഗം പകരാവുന്നതാണ്. അപ്പൊ എന്താണ്? ഒന്നില്ലെങ്കിൽ ഉമിനീരിൽ കൂടിയാകാം, അല്ലെങ്കിൽ നേരിട്ടുള്ള സ്പർശനം, ക്ലോസ് കോണ്ടാക്റ്റിലൂടെ ഈ രോഗം പകരാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എപ്പോഴാണെന്ന് നോക്കാം നമുക്ക്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണുന്നത് വരെയുള്ള കാലഘട്ടം 18 ദിവസമാണ് ഇതിന്റെ ഇൻക്യുബേഷൻ. അതായത് ഈ രോഗം വ്യാപിക്കാനായിട്ട് അതിന്റെ ശക്തി, തീവ്രത വർദ്ധിപ്പിക്കാൻ എടുക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് 18 ദിവസമാണ്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സിംറ്റം ആയിട്ട് നമുക്ക് പറയാം ചെവി വേദനയാണ് ഉണ്ടാവുക കേട്ടോ. മുണ്ടുനീരിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചെവി വേദനയാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരവേദന ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതിന് ലക്ഷണങ്ങളൊന്നും ശരീരവേദന ഉണ്ടാവില്ലേ? ശരീരവേദന ഉണ്ടാവും. ഫസ്റ്റ് സിംറ്റം നമ്മള് ഈ ഭാഗത്താണല്ലോ, അതുകൊണ്ട് ചെവി വേദന ഉണ്ടാവാറുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. MMR വാക്സിൻ മുഖേന കുഞ്ഞിന് 1.5 വയസ്സ് 15 to 18 months പ്രായമാകുമ്പോൾ മുണ്ടുനീര് തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകാറുണ്ട്. പിന്നെ കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ മുണ്ടുനീരിന്റെ ബൂസ്റ്റർ നൽകാമെന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഈ ഒരു MMR എന്ന് പറയുന്ന വാക്സിൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിക്ക് മുണ്ടുനീര് പിടിപെട്ടാൽ അവൻ വന്ധ്യനാകാനുള്ള ചാൻസ് ഉണ്ട്. ആൺകുട്ടികളുടെ കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിക്ക് അവന്റെ ആ ഒരു 5 to 15 വയസ്സിനിടയിൽ മുണ്ടുനീര് പിടിപെടുവാണെങ്കിൽ ഭാവിയില് അവന് അതായത് ഇത് ഒരിക്കലും ഒരു മരണത്തിന് കാരണമാകുന്ന ഒരു രോഗമല്ല. പക്ഷെ ഇതിന്റെ സൈഡ് എഫക്റ്റും ആ രോഗം വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും ഇതിന് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഗുരുതരമാണെന്നാണ് പറയുന്നത്. സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് ആണ് അല്ലെ. എന്താണ്? കാരണം നമുക്ക് ഈ വന്ധ്യനാകാനുള്ള ചാൻസ് ഇവിടെ കൂടുതലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ കറക്റ്റ് സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യുക, ടൈമില് നമ്മള് ഈ ഒരു MMR വാക്സിൻ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏക മാർഗമായിട്ട് പറയുന്നത്. കറക്റ്റ് സമയത്ത് നിങ്ങളുടെ അടുത്തൊക്കെ ഹെൽത്ത് കാർഡുകൾ ഉണ്ടാവുമല്ലോ അല്ലെ? ആശുപത്രികളിൽ നിന്ന് തരുന്ന കാർഡുകളൊക്കെ ഇല്ലേ? അതനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോ അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ അസ്വസ്ഥതകൾ കുറയും. കുട്ടിക്ക് രോഗം വന്നു കഴിഞ്ഞാലും അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും, സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ഗുണങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാന്നുള്ളതാണ് ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട്
ഉള്ളൂ. ഈ സൈഡ് എഫക്റ്റ് ഈ ബോയ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ. വോയിസിനാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതാണ് ആൺകുട്ടികളിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, മോനെ എടുത്തിട്ടുണ്ടോ 1.5 വയസ്സിന്റെ അമ്മമാർ? എടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഏതാണ് കറക്റ്റ് സമയവും കാര്യമൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്തിന് തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. വേറൊരു കാര്യത്തിൽ നിന്ന് പേടിക്കേണ്ടതില്ല. നമ്മൾ ഇതിനെ എത്രമാത്രം നമുക്ക് ഇതിനെ കുറിച്ച് ബോധമുണ്ട്, അല്ലെങ്കിൽ അവയർനെസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവയർനെസ് നമുക്ക് ഇതിലൂടെ ഈ ഒരു പറഞ്ഞ പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് കുറെ അധികം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ലേ, അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, പറഞ്ഞിട്ടുണ്ട്. കുറെ അധികം നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാവും, അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാവും. എന്റെ കുട്ടിക്ക് കറക്റ്റ് ഈ സമയത്താണ് ഇത് കൊടുക്കേണ്ടത്, ഇത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതാണ്, കോൺസിക്വൻസ് ഇതാണെന്ന് നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മൾ ആശാ വർക്കേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് വിളിച്ച് ഇൻഫോം ചെയ്യുന്നില്ല ഇഞ്ചക്ഷന്റെ കാര്യങ്ങളെല്ലാം? എന്താണ് നമ്മുടെ വാക്സിനേഷന്റെ കാര്യങ്ങളെല്ലാം ആശാ വർക്കേഴ്സ് കറക്റ്റ് ആയിട്ട് വിളിച്ച് ഇൻഫോം ചെയ്യും. കറക്റ്റ് ആയിട്ട് ആശാ വർക്കേഴ്സ് ഇപ്പൊ അവരുടെ ജോലി അതാണല്ലോ, കറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് ആശാ വർക്കേഴ്സിന്റെ ജോലിയാണ്. അപ്പൊ അവരും വിളിച്ചു പറയുന്നതായിരിക്കും. ഫോണിലൂടെയും അല്ലെങ്കിൽ സ്റ്റാറ്റസുകളിലൂടെയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല, കുറെ അധികം അപ്ഡേഷൻ വന്നല്ലേ. നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ എപ്പോഴാണ് കുട്ടിക്ക് പോളിയോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വാക്സിൻ എന്നാണ് കൊടുക്കേണ്ടത്, കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഒരു ടേബിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടേബിൾ ആരാ വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? When, what, why. എന്താണ്, എന്തുകൊണ്ട്, അതാണ് ഇത് വരുന്നത് കേട്ടോ. ബിഫോർ ബർത്ത് ടെറ്റനസ് ആണ് ഉണ്ടാവുന്നത്. പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ടെറ്റനസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗർഭാവസ്ഥയിൽ 2 പ്രാവശ്യം ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കാറുണ്ട് അല്ലെ. മദറിനാണ് കൊടുക്കുന്നത് കേട്ടോ. എന്തിനെ തടയാനാണ്? ടെറ്റനസിനെ തടയാൻ വേണ്ടിയിട്ട്. ഓക്കെ, രണ്ടാമത്തെ വായിച്ചു. As soon as possible after birth കൊടുക്കുന്നത് BCG ആണ് വാക്സിൻ കൊടുക്കുന്നത്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ് TB. അടുത്തത് 6 വീക്സ് ഏജ് 6 വീക്സിൽ DPT പോളിയോ ഡ്രോപ്സ് കൊടുക്കും. പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ്. അത് കഴിഞ്ഞ് ഏജ് 6 വീക്സ് തുടങ്ങി 6 മന്ത് വരെ കൊടുക്കും. 3 ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് B ആണ് കൊടുക്കുന്നത് വാക്സിൻ. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടൈസ് അറ്റ് 0 to 1. നെക്സ്റ്റ് ജോണ്ടിസ് കുഞ്ഞിന് 6 3 months to 6 months. ഹെപ്പറ്റൈറ്റിസ് B പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തത്തിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഏജ് 10 വീക്സിൽ സെക്കൻഡ് ഡോസ് ആണ് കൊടുക്കുന്നത്. DPT പോളിയോ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. അതിനുശേഷം ഏജ് 14 വീക്സ് തേർഡ് ഡോസ് കൊടുക്കും. 14 വീക്സിൽ DPT പോളിയോ ആസ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ ആൻഡ് ഡിഫ്തീരിയ. അതിനുശേഷം ഏജ് 9 മന്ത്സിൽ മീസിൽസ് കൊടുക്കും. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ്. നെക്സ്റ്റ് ഏജ് 15 to 18 months MMR കൊടുക്കും. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല. നെക്സ്റ്റ് ഏജ് 18 months അഗെയിൻ DPT പോളിയോ ഡ്രോപ്സ് ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് വൺ ആഫ്റ്റർ 24 months ടൈഫോയിഡ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടൈഫോയിഡ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇത് വായിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇനി പറഞ്ഞു തരണ്ടല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്.
യെസ് മാം. നമ്മൾ ഈ വാക്സിൻ എടുക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണോ എക്സാമിനൊക്കെ ഈ ഒരു കാലയളവൊക്കെ പഠിച്ചു വെക്കണമെന്നുണ്ട്? അത് നമുക്കത് നോക്കി വെച്ചാൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, മനസ്സിലാക്കി വെക്കാൻ വിടരുത്. മാം നമ്മൾ ഈ 9 മാസം വരെയുള്ള ഡോസ് അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ 1.5 വയസ്സിനല്ലേ എടുക്കുന്നേ? 1.5 വയസ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ അതെ, ചില ഇതില് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. കുറച്ച് മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും PCG ആദ്യം എടുക്കുന്നുണ്ടാവില്ല. നിങ്ങളത് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത് PCG പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ് TB. ഇതിനകത്ത് ഞാൻ മുമ്പ്, അതായത് നമ്മുടെ മുമ്പത്തെ MT ബാച്ചുമായിട്ട് ഇത് ഈ ഒരു സെഷൻ നടത്തിയപ്പോ അവർക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പല കുട്ടികൾക്കും പ്രൈവറ്റ് ഹോസ്റ്റലിൽ ഒരു ആദ്യം PCG കുത്തിവയ്പ് നടത്തുന്നുണ്ടാവില്ല. പിന്നെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് നടത്തുക. അങ്ങനെയും ചില മാറ്റങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ആരെങ്കിലും ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ചില മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കും. അതൊക്കെ മാം, അതല്ല ഈ 1.5 വയസ്സിന്റെ ഡോസിൽ നമ്മൾ ഒരു 3 ഇഞ്ചക്ഷൻ, ഒന്ന് പെയിൻഫുൾ ആയത് ഇപ്പൊ ഒരു 3 എടുത്തത്. ഇപ്പൊ 24 ആഫ്റ്റർ 24 മന്ത്സ് എന്ന് പറയുമ്പോൾ 2 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്? അതെ അതെ. അപ്പം എനിക്ക് എന്റെ മക്കൾക്കൊന്നും അങ്ങനെ 2 വയസ്സിന് ശേഷം എടുത്തത് അങ്ങനെ ഓർമ്മയില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. 1.5 വയസ്സിന് എടുത്തത് എനിക്ക് ഓർമ്മയില്ല. അതിന് ശേഷം പിന്നെ 4 വയസ്സ് 4 വയസ്സ് 5 വയസ്സിലല്ലേ എടുക്കുന്നത്? 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഡോസ് ഓർമ്മയുള്ളൂ. ഓർമ്മയില്ല, എടുത്തത് ഓർമ്മയില്ല. 24 മന്ത്സിലൊന്നും നമ്മൾ 1.5 വയസ്സിലാണ് എടുത്തത്, 5 വയസ്സിലാണ് എടുത്തത്. 1.5 വയസ്സിൽ 4 വയസ്സിലാണ് എടുത്തത്. അല്ല, 5 വയസ്സില് മാം. 5 വയസ്സാണ്. പിന്നെ 5 വയസ്സാണ്. 5 വയസ്സിലാണ് എടുത്തത്. ഓക്കെ. ചില വേരിയേഷൻസ് വരാം. ഇതിനകത്ത് പോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. കറക്റ്റ്, അതായത് ചില വേരിയേഷൻസ് ഇതിനകത്ത് ഉണ്ടാകാം. അപ്പൊ നമുക്ക് ഹെൽത്ത് കാർഡുകൾ നമുക്ക് എടുത്ത് നോക്കാം. കറക്റ്റ് ആയിട്ട് ഏതൊക്കെ സമയത്താണ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്ന് നിങ്ങളോട് പറയാം. നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനി അടുത്ത് പറയാനുള്ളത്, ആരെങ്കിലും ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? ആക്ഷൻ സോങ് ആക്ഷൻ സോങ് ഇല്ല മാം. സൈൻ ഇൻ ചെയ്യുമ്പോ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ചെയ്യാറ്. അങ്ങനെ മതി. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? സൈൻ ഔട്ട് ഉണ്ട്. സൈൻ ഔട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച്, സേഫ്റ്റിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ക്ലാസ്സിനെ സംബന്ധിച്ച്? മാം, ടെറ്റനസിന്റെ ബാക്ടീരിയയുടെ പേരൊന്ന് പറയാൻ. ഏതിനെയാണ്? ടെറ്റനസ്. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ മാം. സൈൻ ഔട്ട് ചെയ്യാലോ നമുക്ക്. കഴിഞ്ഞു. ഞാനിപ്പോ ബുക്ക് എടുത്ത് നോക്കിയതാണ് കുട്ടിയുടെ വാക്സിൻ എടുത്തതിന്റെ. നോക്കിയോ? നോക്കി. അതില് നമ്മള് ജനിച്ച ഉടനെ എടുക്കണത് 2 വാക്സിൻ, 2 എണ്ണാണ് എടുക്കുന്നത്. പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഇതായിട്ട് എടുക്കുന്നത്, 4 വാക്സിൻ ആയിട്ട് എടുക്കുന്നത്. അത് ഒരെണ്ണം OPVയും പെൻഡ, പിന്നെ പിന്നെ 2.5 മാസം, പിന്നെ 3.5 മാസം, പിന്നെ 16, 24 മാസത്തിന്റെ എടുക്കുന്നത്. 1.5 വയസ്സ് അല്ലേ? 1.5 വയസ്സ്. അതിന്റെ ഇടയ്ക്ക് 9 മാസം 9 മാസം ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ട്. 9 മാസം ഉണ്ട്, പിന്നെ 1.5 വയസ്സാണ്.
9 മാസം കഴിഞ്ഞ 1.5 വയസ്സ്. ശരി. ടീച്ചർ ഇടയ്ക്ക് ഇവിടെ പറയുന്നതായിട്ട് മംസിന്റെ ഒക്കെ ഇഞ്ചക്ഷന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായിട്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇപ്പം വന്നിട്ടുള്ളതെന്ന് പറയുന്നതായിട്ട്. അത് പ്രൈവറ്റിൽ മാത്രമേ ഉള്ളൂ. അതങ്ങനെ പറയുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത് അലൗഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. അല്ല ടീച്ചർ, ഹോസ്പിറ്റലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അവർ ഗവൺമെന്റ് കിട്ടിയിട്ടില്ല. ഇപ്പോ MMR കൊടുക്കുന്ന MR എന്ന് പറഞ്ഞ ഒരു വാക്സിൻ കൂടി ഉണ്ടായിരുന്നു. ആ വാക്സിൻ ഗവൺമെന്റിൽ വന്നിട്ടില്ല എന്ന് പറയാം. നമ്മൾ പ്രൈവറ്റിൽ തന്നെ പോയിട്ട് കൊടുക്കണം. അത് ഞാൻ ഇതിനിടയ്ക്ക് എന്റെ മോക്ക് സുഖമില്ലാതായപ്പോ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്നോട്. അത് നമ്മൾ MMR എടുത്തു കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കാന്നാ പറഞ്ഞത്. അതിപ്പോ ഈ ഇടയ്ക്ക് കുട്ടികൾക്കെല്ലാം മുണ്ടിനീര് പിന്നെയും കണ്ടു തുടങ്ങിയപ്പോൾ ആ വാക്സിൻ കൊടുക്കാൻ തുടങ്ങി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഡോക്ടർ. മാം, ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ MMR കൊടുക്കുന്നില്ല, MR2 ആണ് കൊടുക്കുന്നത്. അത് പെൺകുട്ടികൾക്കായതുകൊണ്ടിട്ട് അവരങ്ങനെ വലിയ നിർബന്ധം പറയുന്നില്ല. ആൺകുട്ടികൾക്കാണെങ്കിൽ അവർ പറയും പുറത്തുനിന്ന് പോയി എടുത്തോ, MMR പോയി എടുത്തോ എന്ന് പറയും പുറത്തുനിന്ന്. പറയുന്നുണ്ട്. അതിങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നിർബന്ധം പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആൺകുട്ടികളുടെ അമ്മമാരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ട് കുട്ടിക്ക് വാക്സിൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, ma'am. Yes, ma'am. Okay, thank you so much. Sign out, Shamna. Sign out already, ma'am. പറഞ്ഞോളൂ. Good morning, Ashwati ma'am, and good morning to all my dear friends. First of all, I thanks to Ashwati ma'am for spending her precious time for us and for sharing his precious knowledge to us. And today, Ashwati ma'am teach about tetanus, polio, and measles, rubella, mumps, and the vaccine schedules of vaccine. And we all understand it clearly. And your way of teaching is also amazing. And surely it will inspire us in teaching course in future. And also, I thanks to my dear friends to cooperate with Ashwati ma'am for making good atmosphere to our class. And I like to conclude my words with one thought about teachers. And the thought is, the best teachers teach from the heart, not from the book. Once again, I thanks to Ashwati ma'am. And this is sign out by Shamna from Trivandrum. And have a nice day to all, and see you next week. Thank you so much. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.